ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ ട്രയാങ്കിൾസ്. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 7.1ലെ 5ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ലൈൻ L ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ A ആൻഡ് B ഈസ് എനി പോയിന്റ് ഓൺ L. ഫിഗർ കൊടുത്തിട്ടുണ്ട്. ലൈൻ L ഇതാണ്, അത് ആംഗിൾ എയുടെ ബൈസെക്ടർ ആണ്. അതുപോലെ ബി അതിലെ ഒരു പോയിന്റ് ആണ്, എനി പോയിന്റ് ഓൺ എൽ. ബി പി ആൻഡ് ബി ക്യു ആർ പെർപെൻഡിക്കുലർസ് ഫ്രം ബി ടു ദ ആംസ് ഓഫ് എ. അപ്പോൾ ബിയിൽ നിന്നും ഈ എ എന്ന് പറയുന്ന ആംഗിളിന്റെ രണ്ട് വശങ്ങളിലേക്കുമുള്ള പെർപെൻഡിക്കുലർസ് ആണ് ഈ ബി ക്യുവും അതുപോലെ ബി പിയും. പ്രൂവ് ചെയ്യുന്നുണ്ട്. ഷോ ദാറ്റ് ട്രയാങ്കിൾ എ പി ബി, എ പി ബി ഈ ട്രയാങ്കിളും കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എ ക്യൂ ബി. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ: ബി പി ഈക്വൽ ടു ബി ക്യൂ. ബി പിയും ബി ക്യൂവും ഈക്വൽ ആണ്. ഓർ ബി ഈസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ ആംസ് ഓഫ് ആംഗിൾ എ. അത് തന്നെയാണ് ബി പി ഈക്വൽ ടു ബി ക്യൂ. ചെയ്ത് നോക്കാം. ഇവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഗിൾ എ പി ബി, ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ എ ക്യൂ ബി എന്ന് എഴുതുന്നു. ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ എ ക്യൂ ബി. എ പി ബി ഈക്വൽ ടു ആംഗിൾ എ ക്യൂ ബി. കാരണം ഇത് പെർപെൻഡിക്കുലർസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈച്ച് 90 ഡിഗ്രി അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആംഗിൾ പി എ ബി, ആംഗിൾ പി എ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എ ബി ആണ്. ക്യൂ എ ബി ഫിഗറിൽ നോക്കിയാൽ പി എ ബി അതുപോലെ ക്യൂ എ ബി അത് രണ്ടും ഈക്വൽ ആണ്. കാരണം നമുക്കിവിടെ എൽ ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എൽ എന്ന് പറയുന്ന ലൈൻ ആംഗിൾ എയുടെ ബൈസെക്ടർ ആകുമ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇനി അതിന്റെ കോമൺ സൈഡ് ആണ് എ ബി. അപ്പോൾ എ ബി ഈക്വൽ ടു എ ബി, റീസൺ കോമൺ സൈഡ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഴുതാം therefore ട്രയാങ്കിൾ എ പി ബി ഈക്വൽ ടു ട്രയാങ്കിൾ എ ക്യൂ ബി. ഇവിടെ നോക്കുക, എ പി ബി എ ക്യൂ ബി. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സൈഡ് കോമൺ സൈഡാണ്. അതുപോലെ ഈ രണ്ട് ആംഗിളുകൾ നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റീസൺ ബൈ എ എസ് റൂൾ പ്രകാരം ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബി പി ഈക്വൽ ടു therefore ബി പി ഈക്വൽ ടു ബി ക്യൂ. ഫിഗറിൽ നോക്കുക, ബി പി എവിടെയാണ് നോക്കുക, ബി പി ഇതാണ് ബി പി ഈക്വൽ ടു ബി ക്യൂ. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റീസൺ കറസ്പോണ്ടിങ് പാർട്സ് സി പി സി ടി, അല്ലെങ്കിൽ ഓർ ബി ഈസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ ആംസ് ഓഫ് ആംഗിൾ എ. ബി എന്ന് പറഞ്ഞ ഈ ബി എന്നുള്ള പോയിന്റ് ഈ ആംസ് ഓഫ് എയിൽ നിന്നും ക്യൂവിൽ നിന്നും ബിയിലേക്കും പിയിൽ നിന്നും ബിയിലേക്കുമുള്ള ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതാണ് ബി ക്യൂ ഈക്വൽ ടു ബി പി എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത്. അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ 6th ക്വസ്റ്റ്യൻ ഇൻ ഫിഗർ 7.21. ഫിഗർ കൊടുത്തിട്ടുണ്ട് 7.21. എ സി ഈക്വൽ ടു എ ഇ. എ സി ഈക്വൽ ടു എ ഇ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. എ ബി ഈക്വൽ ടു എ ഡി, ഇതും ഈക്വൽ ആണ്. ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ ഇ എ സി. ഷോ ദാറ്റ് ബി സി ഈക്വൽ ടു ഡി ഇ. ബി സിയും ഡി ഇ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ബി എ ഡി നോക്കുക. ഇപ്പുറത്ത് നോക്കുക, ബി എ ഡി ഇതാണ് ആംഗിൾ ബി എ ഡി. അതുപോലെ ആംഗിൾ ഇ എ സി, ഈ ആംഗിൾ അത് രണ്ടും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ബി എ ഡി ഈക്വൽ ടു ഇ എ സി. ഇവിടെ ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ഇ എ സി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ബി എ ഡി ഈ ആംഗിളും അതുപോലെ ആംഗിൾ ഇ എ സി ഈ ആംഗിൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഡി സി എന്നുള്ള സൈഡ് കൂട്ടാതെ ഈ രണ്ട് ട്രയാങ്കിൾ
അപ്പോൾ ഈ ആംഗിൾ ഫിഗറിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, ഡി എ സി. ഈ ആംഗിൾ അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ നോക്കുക. ഇവിടെ ഞാൻ കളർ മാറ്റി മാർക്ക് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. ഈ ബി എ ഡി എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ എ എന്ന് പറഞ്ഞ ഈ ആംഗിൾ, ഈ ആംഗിളിലൂടെ ഡി എ സി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ നമ്മൾ കൂട്ടുന്നു. അപ്പോൾ ഇവിടെ ഈ ഇ എ സിയും ഇതിന് ഈക്വൽ ആണ്. അപ്പൊ എന്തെഴുതാം? ആംഗിൾ ഇ എ സി പ്ലസ് ആംഗിൾ ഇ എ സി ഈ പറഞ്ഞ ഇതിന് ഈക്വൽ ആണ്. അതിനോടുകൂടി ഇത് തന്നെ വീണ്ടും കൂട്ടുന്നു. ആംഗിൾ ഇ എ സിയുടെ കൂടെ നമ്മൾ ഈ ഡി എ സി തന്നെ കൂട്ടുന്നു. ഡി എ സി അത് എന്തായിരിക്കും? ബി എ ഡിയുടെ കൂടെ ഡി എ സി കൂട്ടുമ്പോൾ ബി എ ഡിയുടെ കൂടെ ഡി എ സി കൂട്ടിയാൽ ബി എ സി ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആംഗിൾ ബി എ സി ഈക്വൽ ടു ഇതിൻ്റെ കൂടെ കൂട്ടിയാലും നമുക്ക് കിട്ടുന്ന ഡി എ ഇ ആയിരിക്കും. ഡി എ ഇ ഒരേ സാധനം ഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിളുകളുടെ കൂടെ കൂട്ടുന്നു. അപ്പോൾ ആംഗിൾ ഡി എ ഇ, ഡി എ ഇ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിളിൻ്റെ കൂടെ സെയിം ഒരു ആംഗിൾ തന്നെ രണ്ടിൻ്റെ കൂടെയും കൂട്ടുന്നു. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി വെക്കാം. കാരണം റീസൺ എഴുതാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഇനി നമുക്ക് ഇൻ ട്രയാങ്കിൾ ബി എ സി ആൻഡ് ഡി എ ഇ ഈ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ പരിഗണിച്ചു. അതായത് ഇതിൻ്റെ കൂടെ നമ്മൾ ഡി എ സി കൂട്ടിക്കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന ഈ ബി എ സി എന്നുള്ള ആംഗിളും ഡി എ ഇ എന്നുള്ള ആംഗിളുമാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ ഒരു ട്രയാങ്കിളായിട്ട് ഓരോ ട്രയാങ്കിളായിട്ട് പരിഗണിക്കും. അപ്പോൾ അവിടെ നമുക്കറിയാവുന്ന കാര്യം എ ബി ഈക്വൽ ടു എ ഡി ആണ്. എ ബി ഇതാണ്, എ ഡി ഇതാണ്. അത് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള കാര്യം. എ ബി ഈക്വൽ ടു എ ഡി. അപ്പോൾ അത് റീസൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഗിവൺ എന്നെഴുതാം. ഇനി ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ഡി എ ഇ. ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ഡി എ ഇ അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. ഇനി വേണ്ടത് എ സി ഈക്വൽ ടു എ ഇ ആണ്. എ സി ഈക്വൽ ടു എ ഇ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ട് സൈഡ്. അപ്പോൾ എ സി ഈക്വൽ ടു എ ഇ അതും ഗിവൺ തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിഗണിച്ച ബി എ സി ഡി എ ഇ എന്നുള്ള ട്രയാങ്കിളിൽ എ ബി ഈക്വൽ ടു എ ഡി. എ ബി നോക്കുക. എ ബി ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്. എ ബി ഈക്വൽ ടു എ ഡി രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ എ ഡി അത് കിട്ടി. അതുപോലെ എ സി ഈക്വൽ ടു എ സി ഇതൊരു സൈഡ്. എ സി ഈക്വൽ ടു എ ഇ ആണ്. എ ഇ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ, അതായത് ഈ ഒരു ട്രയാങ്കിളും ഈ ട്രയാങ്കിളും. അപ്പോൾ അവിടെ രണ്ട് സൈഡ് കിട്ടി. പിന്നെ നമുക്ക് ആംഗിൾ ബി എ സി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ രണ്ട് സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ട്രയാങ്കിൾ ബി എ സി congruent to triangle DAE. Reason by SAS rule. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ ആവശ്യമില്ലാത്ത പരിഗണിക്കേണ്ടാത്ത സൈഡൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഗറിനകത്ത് കുറേ സൈഡുകൾ തരും. നമുക്ക് അതിനകത്ത് പർട്ടിക്കുലർ നമുക്ക് വേണ്ട ആംഗിളിനെ നമ്മൾ കണ്ടുപിടിക്കുക, അത് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇതിനകത്ത് ആവശ്യമുള്ള ഇല്ലാത്തതല്ല കുറേ ലൈൻസ് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ട്രയാങ്കിൾ ബി എ സി ഫിഗർ ഒന്നുകൂടെ നോക്കുക. ബി എ സി എന്നുള്ള ഈ ഒരു ട്രയാങ്കിളും അതുപോലെ ഡി എ ഇ അത് ഈ ട്രയാങ്കിളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കുറച്ച് അങ്ങ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു ആംഗിളാണ് ഡി എ സി എന്ന് പറഞ്ഞ ആംഗിൾ. ഇവിടെ ഇ സി എന്നുള്ള ആ ഒരു ലൈൻ നമുക്ക് ആവശ്യമേ ഇല്ല. പക്ഷെ അത് നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഫിഗറിൽ അങ്ങനെ തരും. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നമുക്കിവിടെ ട്രയാങ്കിൾസ് ഈക്വൽ ആണ് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി സി ഈക്വൽ ടു ഡി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബി സി എവിടെയെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ബി സി. ബി സി ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്. അതുപോലെ ഡി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ സൈഡാണ്. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആകുമ്പോൾ ആ സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ബി സി ഈക്വൽ ടു ഡി. കാരണം
കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ CPCT എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.